കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് SPDT റിലേ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതുകൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു DPDT റിലേ എന്ന് നമുക്ക് നോക്കാം. SPDT നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ DPDT. SPDT എന്തായിരുന്നു? സിംഗിൾ പോൾ ഡബിൾ ത്രോ. അപ്പോൾ DPDT എന്ന് പറയുന്നത് ഡബിൾ പോൾ ഡബിൾ ത്രോ. വളരെ സിമ്പിളാണ്. ഡബിൾ പോൾ ഡബിൾ പോൾ ഡബിൾ ത്രോ. ഇത് നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ. ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഡിഫറെൻറ്റ് പാക്കേജ് ടൈപ്പുകളുള്ള റിലേ ഞാൻ എടുത്തിട്ടുണ്ട്. 2 കോയിൽ, സെൻട്രൽ കോമൺ, നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ. പൊതുവെ ഈ റിലേകൾക്ക് DPDTക്ക് കുറച്ച് വില കൂടുതലായിരിക്കും, കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും DPDTകൾ. ഇത് കോയിലിൻ്റെ സപ്ലൈ, ഇത് കോമൺ, നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്. ഇതിൻ്റെയൊക്കെ കോയിലിൻ്റെ വോൾട്ടേജും കറണ്ട് റേറ്റിംഗ് ഒക്കെ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഞാൻ വലിയൊരു റിലേ കാണിച്ചു തരാം. ഇതും ഒരു DPDT ആണ്. വളരെ ചെറിയ SMD മൗണ്ടഡ് ആ ടൈപ്പുള്ള വളരെ ചെറിയൊരു റിലേ ആണ്. ഇതൊരു നല്ല ആംസ് റേറ്റിങ്ങോട് കൂടിയ ഒരു റിലേ ആണ്. 12 വോൾട്ടാണ് ഇതിൻ്റെ കോയിലിൻ്റെ വോൾട്ടേജ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോയിലിൻ്റെ ഓംസും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയ ഈ റിലേക്ക് SPDT റിലേക്ക് നമ്മൾക്ക് ഏകദേശം ഒരു 400 ഓംസ് വരും. ഇത് 200 ഓംസ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വയർ സോൾഡർ ചെയ്തല്ല, ഇതിടാൻ വേണ്ടി വേറെ സോക്കറ്റ് ഉണ്ട്. ഞാനിത് വേറെ ആവശ്യത്തിന് വേണ്ടി വയർ സോൾഡർ ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ വയർ, അതായത് പിന്നിൻ്റെ കോൺഫിഗറേഷനൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. കോയിലിൻ്റെ ഏതാണ്, പോളിൻ്റെ ഏതാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നടുക്ക് വരുന്നത് പോള്, അതായത് നമ്മൾ കോയിലിൽ സപ്ലൈ എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയത്ത് മാഗ്നറ്റൈസ് ആവും. ഇതിൻ്റെ കോർ മാഗ്നറ്റൈസ് ആകുമ്പോൾ ഈ അയൺ പീസ് താഴോട്ട് അട്രാക്റ്റ് ആവും. അങ്ങനെ നമ്മൾക്ക് കോണ്ടാക്ട്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് നോർമലി ക്ലോസ് ആണ്, താഴോട്ട് ഇപ്പം ക്ലോസ് ആയിട്ടുണ്ട്. അത് നോർമലി ഓപ്പൺ ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ DPDT ഇതാണ്, ഡബിൾ പോൾ ഡബിൾ ത്രോ. നമുക്ക് നമ്മുടെ സർക്യൂട്ടിൽ എങ്ങനെയാണോ ഏതൊക്കെയാണോ ആവശ്യം വരുന്നത്, പിൻസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കോയിലൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതെങ്ങനെയാണ് വർക്കാകുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വോൾട്ടാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് ഓരോ റിലേകളും കോയിലിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോഴും ഞാൻ സപ്ലൈ കൊടുക്കുന്നു, റിലേ ഓൺ ആകുന്നു. സപ്ലൈ കട്ടാകുമ്പോൾ റിലേ ഓഫ് ആകുന്നു. ഇത്രമാത്രമേ ഉള്ളൂ.